ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മോള് സ്വന്തം ഒരു തീരുമാനമായിട്ട് നമ്മൾ +2 സാധാ സ്കൂളിലൊക്കെ ചേർക്കണം എന്നിങ്ങനെ അലോട്ട്മെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് അവൾ വന്നിട്ട് എന്നോട് പറയാണ്, ഇമ്മ എനിക്കൊരു ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, എന്നെ ആക്കി തരുമോ എന്ന് നമ്മളെ മുന്നിലൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ ഇതിന് ഒരു തയ്യാറെടുപ്പോ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള അറിവോ യൂണിവേഴ്സലിനെ കുറിച്ചിട്ടുള്ള അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയില്ല. 6 മാസത്തോളം കഴിഞ്ഞിരുന്ന് ലാസ്റ്റാണ് എൻ്റെ മക്കൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ ചോദ്യം നമ്മളിലൊരു ഇതുണ്ടാക്കി. കാരണം ട്വിൻസാണ്, കുറച്ച് പ്രയാസമുള്ള സമയത്താണ് നമ്മളിവിടെ കടന്നു വരുന്നത്. സാമ്പത്തികമായി ഇത്തിരി പ്രയാസമുള്ള സമയത്തായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പഠിപ്പിക്കണം, അതാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ട്വിൻസും അല്ലേ, അപ്പോൾ രണ്ടാളെ സാറ് മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തി സാറ് ചോദിച്ചു. അപ്പോൾ 2 പേർക്കും താല്പര്യങ്ങളൊക്കെ സാറ് മനസ്സിലാക്കി നമ്മൾ ചേർത്ത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വന്നെങ്കിലും പിന്നെ ആദ്യം കുറച്ച് പ്രയാസങ്ങളുണ്ടെങ്കിലും കൂടുതൽ മികവിലേക്കാണ് അവർ വന്നത്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇവിടെ വന്നതിൻ്റെ ശേഷം ഡിസിപ്ലിൻ്റെ കാര്യത്തിലായാലും അവരുടെ സാധാ വ്യക്തിത്വ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. കാരണം ഹോസ്റ്റൽ ലൈഫിലെ ചിട്ടയായ കാര്യങ്ങളും അതുപോലെ മറ്റ് എല്ലാ കാര്യത്തിലായാലും. പിന്നെ AF എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് വെല്ലിപ്പ എങ്ങനെ എന്താ എല്ലാ കാര്യത്തിലും അവരോട് സ്നേഹമായി കൂട്ടുചേർന്ന് അവരോട് ഹൃദയം തുറന്ന് സംസാരിച്ച്. മക്കൾ ചിലപ്പം പ്രശ്നം വരുമ്പോൾ എന്നോട് പറയും, ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവില്ല, അവിടെ നിൽക്കണ്ടായിരുന്നു, AF അത് പറയായിരുന്നു എന്ന്. കാരണം കുറച്ച് കാലം അവർ നീറ്റിന് നമ്മളെ വീട്ടിൽ വന്ന് പഠിക്കാമെന്നൊക്കെ പറഞ്ഞാണ്ട് ഹോസ്റ്റലൊക്കെ ഒഴിവാക്കി വന്ന്. കാരണം അവർക്ക് ഈ ടെൻഷൻ വരുമ്പോൾ അവർക്ക് നമ്മളോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ AF പറയാമെന്ന് അവർ പറയുമ്പോൾ ആ കുട്ടികളും ആ ടീച്ചേഴ്സും തമ്മിലുള്ള ആ ഒരു ഇതിൻ്റെ അതാണ് ഞാൻ കാണുന്നത്. എപ്പോഴും അവർ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ടീച്ചേഴ്സും അവരും കൂടിയുള്ള ആ ഒരു എന്തൊരു രസത്തിലാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുട്ടികൾ നല്ലൊരു സ്ഥലത്താണ് എത്തിപ്പെട്ടത് എന്നുള്ള ഒരു സമാധാനം സന്തോഷം നമുക്കുണ്ടായിരുന്നു. പിന്നെ ട്വിൻസാണെങ്കിൽ കൂടി ഇതിലിവളെ അമ്മൻ്റെ കൂടെ ഉള്ള ആൾ മാറിയിട്ട് വേറെ സ്ഥാപനത്തേക്ക് പോയിന്. കാരണം അവളെ പാഷന് വ്യത്യാസമായിരുന്നു. അവൾക്ക് ബിസിനസ് മേഖലയായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് മാറിപ്പോയതാണ്. പക്ഷേ എനിക്കൊരു സ്ഥാപനത്തിലേക്ക് അവളെ വിടാൻ തന്നെ ഒരു സമാധാനം തോന്നിയത് ഇവിടെ പഠിച്ചെന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇവിടുന്ന് അച്ചടക്കം എല്ലാ കാര്യങ്ങളും പിന്നെ പഠിക്കേണ്ട രീതിയും ഈ 2 വർഷം കൊണ്ട് അവർ അവരാക്കി മാറ്റി വളർത്തിയെടുത്ത്. ഇനി എവിടെ പോയാലും അവർക്ക് ഏത് ബുദ്ധിമുട്ട് ചെന്നാലും അവർ കഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാണ്. കാരണം അതിനുള്ളൊരു കോച്ചിങ്ങാണ് അവർക്ക് ഇവിടുന്ന് കിട്ടിയത്. അതിന് എല്ലാ അധ്യാപകർക്കും അതുപോലെ എല്ലാവർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഹോസ്റ്റലേഴ്സ് ആവട്ടെ, ഇതിലുള്ള ഏറ്റവും ചെറിയ സ്ഥാനത്ത് ഇരിക്കണവരാവട്ടെ, അവർക്ക് എല്ലാവർക്കും താങ്ക്ഫുള്ളാണ്.